നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്ന മുദ്രാവാക്യവുമായി തൊഴിലാളികൾ ചേലക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്ന മുദ്രാവാക്യവുമായി തൊഴിലാളികൾ ചേലക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊഴിൽ ദിനം 200 NNMS, ജിയോടാക് എന്നീ അശാസ്ത്രീയമായ നടപടിക്രമങ്ങൾ പിൻവലിക്കുക, പ്രതിദിന കൂലി 600 വർദ്ധിപ്പിക്കുക, പ്രവൃത്തി സമയം 9 മണി മുതൽ 4 മണി വരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് TN പ്രഭാകരൻ നിർവഹിച്ചു. 700 രൂപയ്ക്ക് പണിയെടുക്കാൻ വരുന്ന മേറ്റിന് ആ പൈസ അതിനനുസരിച്ചുള്ള തൊഴിലാളി ഇല്ലെങ്കിൽ അവർക്ക് കൂലിയുമില്ല, പണിയും വേണം. അപ്പൊ ആരെങ്കിലും മേറ്റായിട്ട് വരുമോ? ഇല്ല. മേറ്റുമാർ വരുന്നുണ്ട് അപ്പൊ ശരിക്ക് ഇല്ല. മേറ്റിന്റെ ട്രെയിനിങ്ങിന് വിളിച്ച ആള് വരുന്നില്ല. 10ാം ക്ലാസ് പാസ്സായതും 10ാം ക്ലാസ് പാസ്സാവാത്തവരേക്ക് വിളിച്ചാൽ പോലും വരുന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എന്താ പണി? ഞങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് തൊഴിലുറപ്പിന്റെ തൊഴിലാളിയായി പ്രവൃത്തിയെടുത്താൽ എത്രയാണോ രൂപ ആ പൈസ കിട്ടും. അത് ഏതോ 15 എത്ര ദിവസം കഴിഞ്ഞാലും കിട്ടും, പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ നമുക്കൊരു പുതിയ പരിപാടിയാണ് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NMMS എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എവിടെയാണോ തൊഴിലെടുക്കുന്നത് അവിടെ 2 നേരവും ഫോട്ടോ എടുക്കണം. തന്നെ 2 നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ എത്തിയത് വെറുതെയാവും. അത് മാറ്റി പിന്നെ രണ്ടാമത് ഉച്ചയ്ക്ക് ശേഷം ചെല്ലണം. പണ്ടതുണ്ടായിരുന്നോ? വേണ്ട, ഒരു നേരം പണിയെടുത്തോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ. ഇത് രണ്ടാമത് നമ്മൾ എവിടെയാണോ ഫോട്ടോ എടുക്കുക അവിടേക്ക് പോകണം, തിരിച്ചു വരാം. നമ്മളെ ബുദ്ധിമുട്ടിക്കല്ലേ? അങ്ങനെ ഇതിനെ ബുദ്ധിമുട്ടിച്ച് ആളുകളിൽ നിന്ന് പിൻവാങ്ങി പണിക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറച്ചാൽ 20 പേരുണ്ടെങ്കിൽ ആരുണ്ടാവില്ല? മെയ്റ്റ് ഉണ്ടാവില്ല. മെയ്റ്റ് ഉണ്ടായില്ലെങ്കിലോ പണിയെടുക്കാൻ പറ്റില്ല അല്ലേ? നമുക്കറിയാം, മെയ്റ്റ് ഉണ്ടെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാം. ഇതൊക്കെ കൂടാതെയാണ് ഒരു ഏജൻസി വന്നിരിക്കുന്നത്, സോഷ്യൽ ഓഡിറ്റിംഗ്. ഒരു മഴക്കുഴി അതിലൊന്ന് പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണേ. ഒരു മഴക്കുഴി കുഴിച്ചാൽ അത് അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ പരിശോധിക്കുമ്പോൾ കൃത്യമായിരിക്കും അല്ലെ? അളവൊക്കെ കൃത്യമായിരിക്കും. എല്ലാവർക്കും പൈസയൊക്കെ കൃത്യമായിട്ട് കിട്ടും. ആ പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രസിഡന്റ് നിഷ അർജുനൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി രാമചന്ദ്രൻ, മേരി ജയന്തി ബഷീർ, സുമാദാസ്, സുലേഖ, രജനി തുടങ്ങിയവർ പങ്കെടുത്തു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ പദ്ധതിയാകെ തകർക്കുന്ന തരത്തിൽ, അതേപോലെ തന്നെ കൃത്യമായി 200 ദിവസം എന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഇത്തരത്തിലുള്ള ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഇന്ന് പോസ്റ്റ് ഓഫീസ് സമരം സംഘടിപ്പിച്ചത്. CCV ന്യൂസ്, ചേലക്കര.